ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഇതാണ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾ കാൽമുട്ട് കൈ കഴുത്ത് സ്ത്രീകൾക്ക് പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട് കെട്ടിക്കൊടുക്കുകയും പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മതപരമായ വിധി എന്താണെന്നാണ്. പുരുഷനായ ഒരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ സ്ത്രീകളുടെ കൈകളും കഴുത്ത് അതുപോലെ കാൽമുട്ടുകളൊക്കെ മസാജ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മതവിധിയാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. നമ്മൾക്കിപ്പോൾ എന്താണ് പറയാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ പിന്നെ ഇത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാര്യമാണ്. ചികിത്സാ രംഗത്ത് ചില അനുവാദങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അനിവാര്യമായ ഘട്ടങ്ങളാണ്. ഇപ്പോൾ ഒരു പ്രസവം എടുക്കാൻ ഒരു ലേഡി ഡോക്ടറെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴും വളരെ അടിയന്തരമായ ഘട്ടങ്ങൾ ഒരു സർജറി വേണ്ടി വരുമ്പോഴൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പൊതുവെ എന്തായാലും ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അവരെ ലേഡീസ് ഉണ്ടെങ്കിൽ ലേഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ലേഡി ആയിട്ടുള്ള നഴ്സുമാർ തന്നെ എന്ത് ചെയ്യണം, നിശ്ചയിക്കണം. പുരുഷന്മാർക്ക് പുരുഷന്മാരായിട്ടുള്ള മെയിലായ ആളുകളെ തന്നെ നിശ്ചയിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ചില ഫത്വകളിലൊക്കെ വായിക്കുമ്പോൾ അതിൽ കാണുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെയായി, അപ്പോൾ അയാളുടെ ഭാര്യ ജീവിച്ചിരിക്കണില്ല, പിന്നെ അയാൾക്ക് കുറച്ച് പെൺമക്കളാണുള്ളത്. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം, അയാളുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വാപ്പക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, വാപ്പൻ്റെ സ്വകാര്യത ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതിന് അവരോട് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ വാപ്പനെ പരിചരിക്കാൻ ആണായി തന്നെയുള്ള ഒരു പരിചാരകനെ, ഒരു ഹാദിമിനെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ക്യാഷോ സൗകര്യങ്ങളോ ഇല്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ നിങ്ങൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗങ്ങൾ നോക്കാതെ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് കൈ കൊണ്ട് തൊടാതെ നിങ്ങളത് വൃത്തിയാക്കി കൊടുക്കാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഔറത്ത് അല്ലെങ്കിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ചികിത്സയുടെ അനിവാര്യ ഘട്ടങ്ങളാണ് ഈ മസാജ് പോലുള്ള കാര്യങ്ങളൊക്കെ. എന്തെന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ഭാഗമായും സുഖ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. ഈ പിന്നെ പല സ്ഥലങ്ങളിലും വേശ്യാലയങ്ങൾക്ക് പകരം ഇപ്പോൾ മസാജ് സെൻ്ററുകളാണ് നടക്കുന്നത്, മസാജ് പാർലറുകൾ. അപ്പം അത്രമാത്രം അപകടകരമായ ഒരു കാര്യത്തിലേക്ക് ഒരു അനുവാദം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ അവിഹിതങ്ങൾക്കുമുള്ളൊരു സർട്ടിഫിക്കറ്റ് ആവില്ല അത്. അതുകൊണ്ട് എന്താണ്, അത് ഒഴിവാക്കണം എന്നാണ്. ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ഒരു പെണ്ണിനെ ആണിനെ പെണ്ണോ ചികിത്സിക്കുന്ന പോലെയല്ല, ഇത്തരം സമാധാനപൂർണമായ ചികിത്സാ സന്ദർഭങ്ങളിൽ അതിന് പറ്റുന്ന സ്ത്രീ പുരുഷന്മാർ തന്നെ വേണം. ഇനി ആണെങ്കിൽ പോലും മറ്റൊരാളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവകാശം ഇല്ല എന്ന് മനസ്സിലാക്കണം.